വളരെ നിർണായകമായ ഒരു ചുവടുവെപ്പിലേക്ക് ഇന്ത്യയും ചൈനയും മാറിയിരിക്കുന്നു. കഴിഞ്ഞ ദിവസം ഒരു നിർണായക കൂടിക്കാഴ്ച നടന്നിരിക്കുന്നു. ആ കൂടിക്കാഴ്ചയിൽ ചില ധാരണകൾ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് പുറത്തുവരുന്ന വിവരം. 2020 മുതൽ നടക്കുന്ന കൂടിക്കാഴ്ചകളാണ്. അതായത് അതിർത്തിയിലെ സംഘർഷം ഇല്ലാതാക്കാൻ നടത്തിയ ചർച്ചകളായിരുന്നു. ഇപ്പോൾ ഇരു വിഭാഗവും തമ്മിൽ ധാരണ ആയിരിക്കുന്നു. അതായത് അന്താരാഷ്ട്ര അതിർത്തി മാനിക്കാൻ ഇരു വിഭാഗവും തയ്യാറായിരിക്കുന്നു. സംഘർഷം ഇനി ഇല്ല എന്നാണ് ഇരു വിഭാഗവും പറയുന്നത്. അതോടൊപ്പം തന്നെ കരാറുകളും പ്രോട്ടോക്കോളുകളും അതേപോലെ തന്നെ പാലിക്കും. ഇതിനെ ചൊല്ലിയായിരുന്നു, അതായത് അതിർത്തിയെ ചൊല്ലിയായിരുന്നു ഇന്ത്യയും ചൈനയും തമ്മിൽ ബന്ധം ഉലഞ്ഞ് മുൻപോട്ട് പോയിരുന്നു. ഇപ്പോൾ അതിന് മാറ്റം വന്നിരിക്കുന്നു. മാർച്ച് 28 ഒരു ചർച്ച നടന്നു. അതിൻ്റെ തുടർച്ചർച്ചയായിട്ടാണ് നമ്മുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും ചൈനീസ് കൗൺസിലറായ വാങ് യിയും തമ്മിലാണ് ചർച്ച നടന്നത്. കുറച്ച് നാളുകൾക്ക് മുമ്പ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞതും ചൈനയുമായിട്ടുള്ള അതിർത്തി തർക്കം എത്രയും പെട്ടെന്ന് പരിഹരിക്കേണ്ടത് അനിവാര്യമാണെന്നാണ്. ഈ ഒരു സാഹചര്യത്തിൽ ചൈനയ്ക്കും ഇന്ത്യക്കും ഇടയിൽ ഒരു സംഘർഷം ഒഴിവാക്കേണ്ടത് ഇരു രാജ്യങ്ങളുടെ മുൻപോട്ടുള്ള പോക്കിന് സഹായകരമാണ് എന്ന രീതിയിൽ ചൈനീസ് മന്ത്രിമാരും കഴിഞ്ഞ കുറേ ദിവസങ്ങൾക്ക് മുമ്പ് പ്രസ്താവന ഇറക്കിയിരുന്നു. ഏതായാലും ഇന്ത്യയുടെ ഒരു വലിയ തലവേദനയില്ല, അതിർത്തിയിലെ ഒരു വലിയ വിഷയത്തിൻ്റെ ഒരു ചെറിയ ഭാഗം തീർന്നു എന്ന് നമുക്ക് കരുതാം. ഏതായാലും അതിനൊരു തുടക്കമായി എന്ന് കരുതേണ്ടി വരും. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.